ഹായ്, കണ്ണനച്ചു കിച്ചൻ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളത്തെയാണ് ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ തടി ഒരു കുടിക്കകത്ത് കുറേ തടി വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഇവിടെ ഒരു ആഞ്ഞിലിയും വെട്ടിയിട്ടുണ്ട്. ഈ ആഞ്ഞിലി എടുക്കാൻ അവിടെ ഒരു പ്ലാവും വെട്ടിയിട്ടുണ്ട്. ഇത്രയും തടി എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ആഞ്ഞിലിയുടെ നമുക്ക് ഏകദേശം കടുപ്പമുണ്ടെന്ന് പറയാൻ പറഞ്ഞത് അവിടെ ഒരു ചെറിയൊരു ചുമപ്പ് നിറം മാത്രമേ കാണിക്കുന്നുള്ളൂ. നമുക്കിതിനകത്ത് പലകയാണ് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. നമ്മൾ ഒരു കനോരിപ്പടിയല്ല, ഇതിനകത്ത് പലകയാണ്, കട്ടലടിക്കാനുള്ളൊരു പലകയാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ തടി ഒത്തിരി കടുപ്പം നോക്കാതെ എടുത്തേണ്ടത്. 6 ഇഞ്ചിൻ്റെ പല എടുക്കാനാണ്. 6 ഇഞ്ച് പല മതി നമുക്ക്. 1/2 ഇഞ്ചും 6 ഇഞ്ചും പല എടുക്കാനാണ് നമ്മൾ എടുത്തേണ്ടത് തന്നെ. പിന്നെ നമ്മൾ എടുത്തേണ്ട ഒരു പ്ലാവ്, നല്ല അലുവ കഷ്ണം പോലെ ഇങ്ങനെ ഒരു പ്ലാവാണ് നമ്മൾ കണ്ടുവെച്ചത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം. അപ്പോൾ നമ്മൾ തടി എടുക്കുന്നതിന് ചെറിയൊരു വീഡിയോ ആണ്. കുറേ നാളെത്തി ഇതുപോലത്തെ തടി എടുക്കണം കേട്ടോ. തടി ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു ഫ്ലോട്ടിനകത്ത് ഫുള്ളും തടി വെട്ടുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 തടിയാണ് മേടിച്ചിട്ടുള്ളൂ, ഒരു ആഞ്ഞിലിയും ഒരു പ്ലാവും. അപ്പോൾ നമ്മൾ തടി തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എങ്ങനത്തെ തടിയാണ് എടുക്കുന്നത്, നമ്മൾ തടി പാർട്ടിക്ക് ഒരു തടി എടുത്ത് കൊടുക്കുമ്പോൾ നഷ്ടം വരാത്ത രീതിയിൽ നമ്മൾ ഒരാൾക്ക് തടി എടുത്ത് കൊടുക്കുമ്പോൾ അത്രയ്ക്കും നല്ല കാതലുള്ള തടിയായിരിക്കണം, ആവശ്യമനുസരിച്ചുള്ള തടിയായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വന്ന് നോക്കിയാണ് നമ്മൾ തടി എടുക്കുന്നത്. സ്ഥലം നോക്കിയും നമ്മൾ തടി എവിടെയാണ് നിൽക്കുന്നത് ആ സ്ഥലവും നമ്മൾ നോക്കും. അതുപോലെ സ്ഥലത്തിൻ്റെ പ്രത്യേകം നോക്കും, തടിയുടെ ഇനവും നോക്കും. അങ്ങനെയാണ് നമ്മൾ തടി എടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇനിയും വെട്ടാനുണ്ട്. കുറേ പ്ലാവിൻ്റെ കുറ്റി വെട്ടാനുണ്ട് കേട്ടോ. ഇതൊക്കെ പ്ലാവാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പാർട്ടിക്ക് തടി എടുക്കുമ്പോൾ എപ്പോഴും തടി നിൽക്കുന്ന സ്ഥലം ഫുള്ളായിട്ട് നോക്കണം. എന്നാലാണ് തടിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ തടിക്ക് കടുപ്പമുണ്ടോയെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ചക്ക ഉണ്ടാകുന്ന സീസണാണ്, തടിക്ക് ഇളവനാണ്. ഫുള്ളായിട്ടും തൊലി പൊളിച്ചിരിക്കുന്ന തടിയാണെങ്കിലാണ് കൂടുതലും കടുപ്പുണ്ടാവുള്ളൂ. അതിനകത്ത് അങ്ങനെ ഒരു ഇതില്ല. അതുപോലെ ഇത് എവിടെയും പ്ലാവ് നിൽപ്പുണ്ട് കേട്ടോ. ഇനി അതിനകത്ത് നല്ല കടുപ്പമുള്ളൊരു പ്ലാവ് കൂടെ കാണിച്ചു കേട്ടോ. ഈ പ്ലാവ് തന്നെ കാണുമ്പോൾ നമുക്ക് കടുപ്പമുണ്ടെന്ന് അറിയാൻ വേണ്ടി ഉള്ളൊരു ടെക്നിക്കാണ് ഇത്. ഈ പ്ലാവ് ഇതിന് ഭയങ്കര കാതലായിരിക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇത് മറിച്ചടിക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ കാതലാന്ന് പറയാൻ കാതൽ എന്നാ കാര്യം, ഇതിനകത്ത് തൊലി പൊളിച്ചിട്ടൊന്നുമില്ല. ഈ തടിയിൽ തൊലി പൊളിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഇല നോക്കണം. ഇല തീരെ ചെറിയ ഇലയാണ്. ഇല തീരെ ചെറിയ ഇലയായിരിക്കും. വലിയ ഇല ഒറ്റണം പോലും ഉണ്ടാവില്ല. തീരെ ചെറിയ ഇല, ഒരു 4-5 സെൻറ്റിമീറ്റർ വണ്ണമുള്ള ലീഫുണ്ടാവുള്ളൂ. ഇതാണ് തടി. അപ്പോൾ നമ്മൾ എടുത്തേക്കണ തടി ഇവിടെയാണ് കേട്ടോ. പ്ലാവ് ഇതാണ് നമ്മൾ എടുക്കുന്ന അടിപൊളി അലുവ കഷ്ണം പോലെ ഇരിക്കുന്ന പ്ലാവ്. ഒരു തുള്ളി വെള്ളമില്ല കണ്ടോ. ഈ പ്ലാവിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തൊലി പൊളിക്കണത് ചുവന്ന നിറത്തിൽ തൊലി പൊളിച്ച് നിൽക്കുന്നത് അതിനകത്ത് ഫുള്ളായിട്ടുണ്ട് കണ്ടോ. ചുവന്ന നിറം ചെറിയൊരു കേട് കാണിക്കുന്നുണ്ട് കണ്ടോ. ഒരു കേടുണ്ട്, ശക്തമായിട്ടുണ്ടെന്ന് അറിയില്ല. കേട്ടോ നിൽക്കണ സ്ഥലം നോക്കിക്കോ. ഇതുണ്ടോ, ഇത് JCB കളിച്ചാൽ മൊത്തം മട്ടിയാണ്. മട്ടിപ്പുറത്ത് നിൽക്കണ മരാട്ടോ മൊത്തം. ഇതാണ് പ്ലാവ്. ഇത് പ്ലാവിൻ്റെ കുറ്റി. ഏകദേശം കടക്കഷ്ണത്തിലൊരു 1 ഇഞ്ച് വെള്ളം കാണിക്കുന്നുണ്ട്. പ്ലാവിൻ്റെ അടിപൊളി കഷ്ണം. വരിക്കപ്ലാവാണ്. ഇനി വരിക്കപ്ലാവാന്ന് കാണിച്ചു തരാനായിട്ട് നല്ലൊരു സാധനം കാണിച്ചു തരാം. ഇതുണ്ടോ ഡിസൈൻ കണ്ടോ, ഡിസൈൻ അതാണ് വരിക്കപ്ലാവാണ്. ചെറുതായിട്ടൊരു കേട് കാണിക്കുന്നുണ്ട്, വയറി കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളമില്ല. ഇത് 8 അടിക്ക് അളവ് വെച്ചൊരു കഷ്ണം, 8 അടി 9 അടിക്ക് അളവ് വെച്ചൊരു കഷ്ണം. ഇത് 4.5 അടിക്ക് അളവ് വെച്ചൊരു കഷ്ണം. ഈ തടിയുണ്ട്. ഇതാണ് ഇതിൻ്റെ വെള്ള. 4 ഇഞ്ച് കനത്തിന് വെള്ളം. 4 ഇഞ്ച്. നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ പ്ലാവിൻ്റെ കട്ട ഇതുപോലെ കേട് ഇവിടെ ഒരു വയറുകേടുണ്ട് ചെറുതായിട്ട്. അല്ലാതെ വെള്ളം ഉണ്ടോ, ഇത്രയാണ് വെള്ളമുള്ളൂ. ഇതാണ് തടി.
സോയമ കഷ്ണം. ഇനിയിപ്പോൾ തലക്ക മുറി വെച്ചിട്ടുണ്ട്. തലക്ക മുറി വെക്കാൻ ആൾക്കാർ തടിയുടെ കടുപ്പ് അറിയാനായിട്ട് ഇതുണ്ടോ, തൊലി പൊടിച്ച ചുവന്ന നിറത്തിൽ തൊലി പൊടിച്ചാലുണ്ടോ ഇങ്ങനെ വന്ന്. എൻ്റെ പിന്നെ മതി, അതും കാതലാലോ മതി, അതും കാതലാലോ. ഒരു കഷ്ണം പോലും കളയാനില്ലല്ലോ. ആ കമ്പേര് നോക്കി. ഓ അടിപൊളി കഷ്ണം. ഇത് തലയ്ക്കും കമ്പിൻ്റെ അവിടെ വെച്ച് മുറിച്ചവനെ കേട്ടോ. വെള്ളം ഉണ്ടോ കേട്ടോ, ഇത്രയും വെള്ളമുണ്ട്. 1/4 ഇഞ്ച് 1/2 ഇഞ്ച് വെള്ളം ഏറ്റവും കൂടി. ഇത് എവിടെ കണ്ടോ, 1/2 ഇഞ്ച് വെള്ളം. നീ എൻ്റെ കമ്പ് കഷ്ണം ഇതാണ് തടി, അതെൻ്റെ തലയ്ക്കും. കണ്ടോ നമ്മളൊരു ആഞ്ഞില കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ആഞ്ഞിലി കിടപ്പുണ്ട്. 60 ഇഞ്ച് വണ്ണമുള്ളൊരു ആഞ്ഞിലാണ്. കടുപ്പത്തിൽ ചെറിയൊരു കടുപ്പ കാണിക്കണുള്ളൂ. എന്നുവെച്ചാൽ തൊലിയൊക്കെ പൊളിഞ്ഞു പോയിട്ടില്ല, ചെറുതായിട്ടാണ് തൊലി പൊളിഞ്ഞിട്ടുള്ളൂ. ആഞ്ഞിലി അത്ര മെച്ചമുള്ള ആഞ്ഞിലായിരുന്നു. നമ്മൾ അരേഞ്ച് പലയ്ക്ക് വേണ്ടി കൊട്ടേഷൻ നമ്മളൊരു കട്ടിൽ പണിയാനായിട്ട് എടുത്തതന്നെയാണ്. അപ്പോൾ അതിന് പല അടിക്കുന്നത് ആഞ്ഞില പല അടിച്ചു കൊടുത്താൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എടുത്തേക്കണ തേണ്ട നീർവാരത്തുള്ള തടിയാണ്. ചെറിയൊരു കേട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വണ്ണം കണ്ടോ, 60 ഇഞ്ച് വണ്ണമുണ്ട്. ഒറ്റ മേനിയിലുള്ള തടിയാണ്. ഒറ്റ മേനി കണ്ടോ, ഒറ്റ മേനിയാണ് തടി. കടുപ്പൊന്നും കാണിക്കാൻ പാകത്തിന് തടിയിൽ നമ്മൾ കണ്ട കടുപ്പൊന്നും കാണിക്കാൻ പാകത്തിന് ഇതുണ്ട്. ഇവിടെ ചില തൊലി പൊളിച്ചിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയല്ല തൊലി പൊളിക്കേണ്ടത്. തടിയിൽ ഫുള്ളായിട്ടും കടുപ്പം കൂടുതലുണ്ടെങ്കിൽ, അതുപോലെ മൂപ്പ് കൂടുതലുണ്ടെങ്കിലും ഈ അടയാളം തടിയുടെ ഫുള്ളായിട്ടും കാണിക്കും, അങ്ങ് അറ്റം വരെയും കാണിക്കും. ഇപ്പോൾ പ്ലാവ് തടിയിൽ കാണിച്ചില്ല, അതുപോലെ തന്നെ ഇതുപോലത്തെ അടയാളം ഫുള്ളായിട്ടും കാണിക്കും. വെള്ളം എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് 2 ഇഞ്ച് വെള്ളം ഏകദേശം കാണിയിരിക്കും കേട്ടോ. ഇത് ചെറിയൊരു വില്ലിയുണ്ട്. നമ്മൾ വില്ലി ഒഴിവാക്കിയാണ് അളവെടുത്തത്. ഇവിടെ 2 അടി ഒഴിവാക്കി ഇവിടെ മുതലാണ് നമ്മൾ അളവെടുത്തത് കേട്ടോ. ഇത്ര നമ്മൾ ഒഴിവാക്കി കളഞ്ഞേക്കുക, വില്ലിയായിപ്പോയില്ല. ഇപ്പോൾ നിലവിൽ ഇത് 24 അടി നീളമുണ്ട് മൊത്തം. തടിക്ക് 24 അടി നീളവും 60 ഇഞ്ച് വണ്ണമാണ് തടിക്ക്. ഇതാണ് നമ്മൾ തടിയെടുക്കുന്നതിൻ്റെ ഒരു ശൈലി. അതാണ് നമ്മൾ തടിയെടുക്കുമ്പോൾ നല്ല തടി നോക്കി നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ തടിയെടുക്കുന്നത്. നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ചുള്ള തടിയാണ് നമ്മൾ മെഡിയിൽ നിന്ന് കുടിക്കാതെ ഡയറക്റ്റ് മേടിക്കുകയാണ്. കണ്ടോ തടി.